അങ്കമാലി നാടകനിലയത്തിൻ്റെ അമരക്കാരനും മികച്ച സംഘാടകനും നടനുമായ ഔസേപ്പച്ചൻ അരങ്ങൊഴിഞ്ഞിട്ട് ഈ 2025 ഏപ്രിൽ 19 30 വർഷങ്ങൾ പിന്നിടുകയാണ്. 1995 ഏപ്രിൽ 19 അദ്ദേഹം അന്തരിച്ചത്. നാടിനകത്തും പുറത്തുമുള്ള നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവയിൽ ചിലത് ഇതാ. നമസ്കാരം, ഞാൻ CM ജോസഫ്. ഔസേപ്പച്ചൻ്റെ സുഹൃത്തും നാട്ടുകാരനുമാണ്. ജോലി സംബന്ധമായി എറണാകുളത്ത് താമസം തുടങ്ങി. വിരമിക്കലിന് ശേഷം അല്പസ്വല്പം കലാ സാംസ്കാരിക സംഘടനാ പ്രവർത്തനങ്ങളുള്ളതുകൊണ്ട് ഇവിടെ തന്നെ തുടരുന്നു. ഔസേപ്പച്ചൻ അന്തരിച്ചിട്ട് 30 വർഷം പിന്നിടുകയാണ്. 1995 ഏപ്രിൽ 19 അദ്ദേഹം അന്തരിച്ചത്. ഔസേപ്പച്ചൻ തിരുവിടുക്കുന്നിൽ അമിച്ച നാടക ട്രൂപ്പ് രസന തിയേറ്റേഴ്സ് തുടങ്ങിയതും തുടർന്ന് മറ്റു പല പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ അഭിനയിച്ചതും പിന്നീട് 1980കളിൽ സ്വന്തമായ നാടക ട്രൂപ്പ് അങ്കമാലി നാടക നിലയം തുടങ്ങിയതും അറിയാം. 1970കളിൽ തിരുവിടുക്കുന്ന പള്ളി വികാരി എന്ന സെബാസ്റ്റ്യൻ ശങ്കുരിക്കലച്ഛൻ്റെ കാലത്ത് യുവജനങ്ങളെ സംഘടിപ്പിച്ചു. ആ യുവജന സംഘടനയുടെ ആദ്യ പ്രസിഡൻ്റായി 3 വർഷം പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. 1975, 76, 77 വർഷങ്ങളിൽ ഈ സംഘടനയുടെ ബാനറിൽ അഖില കേരള ഏകാംഗ നാടക മത്സരം നടത്തി തിരുവിടുക്കുന്ന ഗ്രാമം കലാരംഗത്ത് പ്രശസ്തി നേടി. ഈ മേളകൾ സംഘടിപ്പിക്കുന്ന ഔസേപ്പച്ചൻ സംഘടനയ്ക്ക് നൽകിയ സംഭാവന വളരെ വിലപ്പെട്ടതായിരുന്നു. ഈ നാട്ടിൽ ഒരു കൂട്ടം നാടകപ്രേമികൾ വളർത്തിയെടുത്തിട്ടാണ് അദ്ദേഹം മൺമറഞ്ഞത്. ഈ സംഘടനയിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രചോദനമാണ് പിന്നീട് എറണാകുളത്ത് സ്ഥാപിതമായ ഓർബിക് എന്ന സംഘടനയുടെ ബാനറിൽ പല നാടകങ്ങളിലും ടെലിഫിലിമുകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കാൻ എനിക്ക് പ്രേരണ കിട്ടിയത്. ചില നാടകങ്ങൾ പല സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഔസേപ്പച്ചനോട് കടപ്പെട്ടിരിക്കുന്നു. 42 വർഷത്തെ ജീവിതത്തിനിടയിൽ കലാലോകത്ത് സ്വന്തം കയ്യൊപ്പ് ചാത്തി ചരിത്രത്തിൻ്റെ ഭാഗമായി വിട പറഞ്ഞ ഔസേപ്പച്ചനെ ഇന്നും ഒരു നാട് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രതിമ കൊണ്ട് തന്നെയാണ്. നാടകം ജീവിതചര്യയാക്കിയ തപസ്യയാക്കിയ ഒരു പ്രതിഭാധനനായിരുന്നു ഔസേപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. ഒരു നല്ല നാടകം എന്ന് കേൾക്കുമ്പോൾ കൊരട്ടി തിരുമുടിക്കുന്ന ദേശക്കാരായിട്ടുള്ള നാടകപ്രേമികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഒരു കാലത്ത് നാട്ടിൽ നിന്നുമുള്ള അമേച്വർ പ്രൊഫഷണൽ നാടകരംഗത്തെ നിറസാന്നിധ്യമായിരുന്ന, അതുപോലെ അങ്കമാലി നാടക നിലയത്തിൻ്റെ അമരക്കാരനായിരുന്ന ശ്രീ ഔസേപ്പച്ചൻ കണ്ടംകുളത്തിയായിരിക്കും. അദ്ദേഹം 44-ാം വയസ്സിൽ അകാല ചരമം പ്രാപിച്ചിട്ട് ഈ ഏപ്രിൽ 19 30 വർഷം പിന്നിടുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഈ നാടകരംഗത്ത് ഒട്ടനവധി കാലിക പ്രസക്തമായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സൃഷ്ടികളുമായി ഈ നാടകരംഗം നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഒരു ബാല്യകാല സുഹൃത്ത് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ CM പീറ്റർ. ജന്മം കൊണ്ട് കൊരട്ടിയിലും കർമ്മം കൊണ്ട് ചാലക്കുടിയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്നു. കണ്ടംകുളത്തെ ഔസേപ്പച്ചൻ എൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായിരുന്നു. 1967-70 കാലഘട്ടത്തിൽ കൊരട്ടി MIM ഹൈസ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരുവടുക്കുന്നിലുള്ള ഞങ്ങളുടെ വസതിയിലേക്ക് നടന്നാണ് പോന്നിരുന്നത്. അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യമോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പോരുന്ന വഴിക്ക് ഔസേപ്പച്ചൻ്റെ സ്വസിദ്ധമായിട്ടുള്ള നർമ്മരസങ്ങളും തമാശകളും അദ്ദേഹത്തിന് പ്രത്യേക ചിരിയും ഇന്നും ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഔസേപ്പച്ചനിൽ ഒരു കലാകാരൻ ഉണ്ടായിരുന്നുവെന്ന് അന്നും ഞങ്ങൾ പറയുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഉപരിപഠനത്തിനും ഔസേപ്പച്ചൻ നാടക കലാവേദിയിലേക്കും തിരിഞ്ഞു.
ഔസേപ്പച്ചൻ മരിച്ചിട്ട് 2025 ഏപ്രിൽ 19 30 വർഷം തികയാണ്. നാടകരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അസാധാരണ മനുഷ്യ സ്നേഹിയായിരുന്നു ഔസേപ്പച്ചൻ. ചെറുപ്പകാലങ്ങളിൽ പല നാടകങ്ങളിലും നാടക ട്രൂപ്പുകളിലും ഔസേപ്പച്ചൻ അഭിനയിച്ചിട്ടുണ്ട്. 1980 കാലഘട്ടത്തിൽ അങ്കമാലി നാടകനിലയം എന്നൊരു നാടക ട്രൂപ്പ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. തിരുവനന്തപുരത്തിൽ ഒരു കൂട്ടം കലാപ്രേമികളെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു. നാടകം ജീവിതകലയാക്കിയ ഒരു അസാധാരണ പ്രതിഭയായിരുന്നു ഔസേപ്പച്ചൻ. ഇത്തരുണത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുമുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഔസേപ്പച്ചന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. നാടകത്തെയും നാടക കലാകാരന്മാരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയമുള്ളവർ, നാടക ലോകത്ത് തിളങ്ങി നിന്ന മലയാള നാടകവേദിയുടെ അഭിമാനമായിരുന്ന ഔസേപ്പച്ചൻ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 30 വർഷം തികയുന്നു. അങ്ങേരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്ന് അനുസ്മരിച്ചുകൊള്ളട്ടെ. 1976 കാലഘട്ടത്തിൽ തിരുവടിക്കുന്ന് ഇടവകയിൽ നടത്തിയ ഒരു ഏകാംഗ നാടക മത്സരമുണ്ടായിരുന്നു. അതിൻ്റെ സംഘാടകനും ആയിരുന്നു ഞാനും ഔസേപ്പച്ചനും മറ്റുള്ളവരും. അന്ന് അതിന് നേതൃത്വം നൽകിയത് ഫാദർ സെബാസ്റ്റ്യൻ ചങ്കുരിക്കലായിരുന്നു. അന്ന് മുതലുള്ള അദ്ദേഹമായിട്ടുള്ള അടുപ്പവും ബന്ധവും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം നാടകലോകത്ത് പടിപടിയായി ഉയർന്നു പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തിരുവടിക്കുന്നുകാരും കൊരട്ടി നിവാസികളും വളരെ അഭിമാനത്തോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ വിഷമകരമായ ഒരു അതായത് നമുക്ക് തോന്നുന്നത് ആ തിളങ്ങി നിന്ന കാലത്ത് അദ്ദേഹം നമ്മെ വിട്ടുപോയി എന്നുള്ളതാണ്. കേരള സർക്കാരിൻ്റെ അവാർഡുകളും സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകളും വാരിക്കൂട്ടിയ ഔസേപ്പച്ചൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ കുര്യാക്കോസ് പുതുശ്ശേരി, തിരുവടിക്കുന്ന് ഇടവകയിലുള്ളത്. നിർത്തട്ടെ. നമസ്കാരം.